എന്തോന്ന് വെച്ചാ കാണിക്കണത്? വാഴയാണ് ഇടിക്കണത്. ജയ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഞാനിപ്പോ ട്രെയിനിങ്ങിലാ. ട്രെയിൻ ആയിരുന്നാലും പ്ലെയിൻ ആയിരുന്നാലും എന്റെ വാഴയിൽ ഇടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അടുത്ത ആഴ്ച കൊലക്കേണ്ട വാഴയാണെന്ന് അതിന്റെ കൂടെ. അതിന്റെ ക്യാഷ് ഞാൻ അങ്ങ് തന്നാ പോരെ? ഞാൻ ക്യാഷിന് വേണ്ടി മാത്രമല്ല കൃഷി ചെയ്യുന്നത്, എന്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ് കൃഷി ചെയ്യുന്നത് കേട്ടാ. Whatever, I don't mind. You just get lost. അല്ലെങ്കിൽ ഇപ്പൊ ജയനെ ഞാൻ ഇടിക്കും. എന്നെ ഇടിച്ചാൽ ഞാനും ഇടിക്കും. അതിപ്പോ മുതലാളിയുടെ മോളല്ല മരുമോളായിരുന്നാലും ഞാൻ നോക്കാന്നില്ല, ഞാനും ഇടിക്കും. Okay. Okay, then come on. Let's fight. എങ്കിൽ ആദ്യം മോൾ come on. Okay. Come on. ഓഹോ. Come on. Okay. നിർത്ത്. ഇതില്ല, ഇത് കള്ളക്കളി. ആയതോടത്തുള്ള കളി ഒന്നുമല്ല, അത് ആദ്യം പോയി. എന്നാ ജയൻ പറ, ഞാൻ ജയിച്ചു. മോള് ജയിച്ചു. അതിങ്ങട്. ജയനൊരു കാര്യം അറിയോ? അമേരിക്കയിൽ എത്ര ബോയ്സിനെ ഞാൻ ഇടിച്ച് താട്ടിട്ടുള്ളതെന്ന് അറിയാവോ? മുതലാളിയുടെ മരുമകളായിപ്പോയി. ഇല്ലെങ്കിൽ ഞാൻ ചവിട്ട് കൂട്ടിയെടുത്ത് വാഴപ്പണ താത്ത് വെച്ചാണ്. ജയനിപ്പോ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല മോളെ, മുതലാളി മോള് നന്നായിട്ട് കരാട്ടൊക്കെ ചെയ്തു എന്ന് പറയായിരുന്നു. ജയന് വേദനിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, കുഴപ്പമില്ല, ചെറുതായിട്ട് കുഴപ്പമില്ല മോളെ. ആണ്. ഓക്കെ, അപ്പൊ പിന്നെ ഞാൻ ഇന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. അയ്യോ, ഇന്ന് കരാട്ടേരെ ഭ്രാന്താണെന്ന് തോന്നുന്നു. ഓരോ ദിവസം ഓരോ ഭ്രാന്തമായിട്ട് ഇറങ്ങിക്കോളും. എന്തൊരു പെണ്ണാന്തരി. അല്ല, ഇതിനൊക്കെ എങ്ങനെ മുതലാളി കെട്ടിച്ചു വിടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിനക്ക് വല്ലതും പറ്റിയാ? ചെറിയ ചപ്പലൊക്കെ ചപ്പയല്ലേ? ഈ സമയത്തെങ്കിലും ഞാൻ എത്തിയതെന്ന് എൻ്റെ ഭാഗ്യം. അല്ലെങ്കിൽ അത് ഇടിച്ചു കൂട്ടി അവിടെ വെച്ചാൽ അതിനെ. നീ എന്തൊന്നും ഉണ്ടായിരിക്കണം. ഞാനേ ഫോണിലൊരു കാര്യം സെർച്ച് ചെയ്തോണ്ടിരിക്കുക. നീ എന്തൊക്കെയാ സെർച്ച് ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയാം. വൃത്തികെട്ടവള് 24 മണിക്കൂർ ഇത് മാത്രമേ ഉള്ളൂ. നീ കുറച്ച് ദിവസമായിട്ട് എന്നെ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് കേട്ടാ. എനിക്ക് എപ്പോഴും ആ പരിപാടി മാത്രമൊന്നും അല്ല. നിനക്കാ ചിന്ത തന്നെയാ? എനിക്ക് ആ ചിന്തയൊന്നും ഇല്ല. ആവശ്യമില്ലാണ്ട് പറഞ്ഞോണ്ടിരിക്കും. എടി അറിയാവുന്നോണ്ടാടി പറയുന്നേ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിന്റെ സെർച്ച് ഹിസ്റ്ററി എടുത്താ. അതെന്തിനാ? കാണിക്ക്. അതിന്റെ ആവശ്യമൊന്നുമില്ല. കാണിക്കാൻ നിനക്ക് പറ്റാത്ത എന്താണെന്നറിയോ? സാധനം ഉണ്ട് അതിൻ്റെ അകത്ത്. ചിലപ്പം ഇന്നലെ സെർച്ച് ചെയ്ത ഹിസ്റ്ററിക്കകത്തെല്ലാം കാണുമായിരിക്കും. പക്ഷെ എന്നാലേ ഇപ്പം ഞാൻ അതല്ല സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു ട്രിപ്പ് പാക്കേജ് നോക്കിക്കൊണ്ടിരിക്കുക. നീ വീണ്ടും പോണേണോ? ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും. കയ്യിൽ 10 പൈസ ഇല്ലാണ്ട് ഓരോ ദിവസം ആരോട് കടം വാങ്ങിക്കണം, എത്ര രൂപ കടം വാങ്ങിക്കണം എന്ന് നോക്കിയിരിക്കുന്ന ഞാൻ. നയാ പൈസ ഇല്ല കയ്യിൽ, ഒരു നയാ പൈസ. എടി, ഞാനൊരു ടവല് വിരിച്ചെങ്കിലും പൈസ ഉണ്ടാക്കാൻ നോക്കിയിരിക്കുമ്പോഴാണ് അവളുടെ ട്രിപ്പ്. പിന്നെ അല്ലെങ്കിൽ 24 മണിക്കൂർ ഈ വീട്ടിനുള്ളിൽ ഇരുന്നിട്ട് എന്ത് മാങ്ങാതൊലി കാണിക്കാനാ? നമുക്ക് മനസ്സിൽ കുറച്ച് റീഫ്രഷ് ഒക്കെ വേണ്ടേ? അതൊക്കെ വേണം, അതൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ഉള്ളത് വെച്ചിട്ടല്ലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഉള്ളത് വെച്ചിട്ടല്ലേ നമുക്ക് ട്രിപ്പൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാൻ പറ്റുമോ? ലോ കോസ്റ്റ് ട്രിപ്പാ? ഞാൻ പറയാം. എങ്ങനെ പോവും? നമുക്ക് KSRTC ബസ്സിൽ പോവാം. ആനവണ്ടി? യെസ്, ആനവണ്ടി. അതാകുമ്പോൾ ബഡ്ജറ്റും കുറവായിരിക്കുമല്ലോ. നല്ല ഐഡിയ. ഭക്ഷണം എന്ത് കഴിക്കും? അതിനൊക്കെ പൈസ വേണ്ടേ? അയ്യോ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ തന്നെയല്ലേ ഭക്ഷണം മേടിക്കുന്നത്. അതൊന്നും വലിയ സീനുള്ള കാര്യമല്ലല്ലോ. അപ്പം സ്റ്റേയാ? സ്റ്റേ നമുക്ക് ചെന്നിറങ്ങിയിട്ട് വല്ല ഓട്ടോച്ചേട്ടന്മാരുടെ അടുത്ത് ചോദിക്കാൻ, ചേട്ടാ ഇവിടെ ലോ ബഡ്ജറ്റ് കിട്ടുന്ന വല്ല ഹോട്ടലോ അല്ലെങ്കിൽ ഹോം സ്റ്റേയോ വല്ലതും ഉണ്ടോയെന്ന് അവർക്കറിയാമായിരിക്കുമല്ലോ. അവർ നമ്മളെ കൊണ്ടുവിടും. നൈസ് അല്ലേ? അങ്ങനെയൊക്കെ ആണെങ്കിൽ ആലോചിക്കാം. ആലോചിക്കുന്നില്ല, ആലോചിക്കും. നമ്മൾ എൻ്റെ കൂടെ പോകണം. നമുക്ക് വേണമെങ്കിൽ അവൻ്റെ കൂടെ ചോദിച്ചു നോക്കാം. അപ്പം സെറ്റല്ലേ? അപ്പം വാ, കൂടുതൽ ആലോചിക്കണ്ട. വാ. എന്ന് പോകാനാ? ഇന്നാ? ഒന്ന് പോടി. ഒന്നാമത്തെ നേരെ ഒരു ഇതായി തുടങ്ങി. പിന്നിനി പോകുന്നു വേണം നമുക്ക് നാളെ പോകും. എടേ, നാളത്തേക്ക് മാറ്റി വെച്ചാൽ കാര്യങ്ങൾ നടക്കത്തില്ല. ഇന്നിപ്പോൾ ഈ മൂച്ചി നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് ഈ മൂച്ചി നമ്മൾ പോകും. നാളത്തേക്ക് മാറ്റി വെച്ചാൽ ഇപ്പം പഴയ പോലെ 24 മണിക്കൂർ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. നീ കട്ടൻ ചായ കുടിച്ചാൽ മതി, വേറെ കൂടുതലൊന്നും ആലോചിക്കണ്ട. ബാ മതി. അവൻ്റെ പറഞ്ഞ് സെറ്റാക്കണേ.
എന്താ കാര്യം? അതെ, ഞങ്ങളൊരു കാര്യം പറഞ്ഞ വെറുതെ തന്നെ മുടക്കുണ്ടാക്കരുത്. ഇത് ചുമ്മാ ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യം എന്താന്ന് പറ. എടീ സംഭവേ നമ്മളൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യണം. ആഹാ, നല്ല കാര്യം. ഏതാ സ്ഥലം? മറയൂര്. നല്ല അടിപൊളി സ്ഥലമാണല്ലോ. നല്ല തണുപ്പും ഭയങ്കര അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. അപ്പം റെഡി അല്ലേ പോവാൻ? അയ്യോ, ഞാൻ വരുന്നില്ല. എനിക്ക് തണുപ്പ് പറ്റത്തില്ല. ഈ ഇമ്മ്യൂണിറ്റി പവർ കുറവായതുകൊണ്ട് പെട്ടെന്ന് ജലദോഷം പനിയൊക്കെ വരും. അതുകൊണ്ട് ഞാനില്ല. അതിനിപ്പോ എന്താ സെറ്റപ്പ് വെച്ചാ പോരെ? അയ്യോ, അവിടെയും പ്രശ്ന. ഈ സ്വെറ്ററിന്റെ ആ ക്ലോത്ത് എനിക്ക് പിടിക്കത്തില്ല, ചൊറിച്ചിലുണ്ടാവും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? എന്നാ നീ തന്നെ ഒരു സ്ഥലം പറ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോണക്കാട് പോയാലോ? അവിടെ എന്തടി കാണാനുള്ള? അവിടെ കാടുണ്ട്, കാട്ടരുവിയുണ്ട്. കാട്ടറിവിയോ? കാട്ടരുവി അല്ല, കാട്ടരുവി. പുഴ അങ്ങനെ സെറ്റാണ് കാണുക. നല്ല വൈബായിരിക്കും. എന്നാ പിന്നെ അങ്ങോട്ട് തന്നെ പോവാല്ലേ? അപ്പൊ അത് സെറ്റ്. അല്ല, നമ്മൾ എങ്ങനെയാ പോവാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? KSRTC ബസ്സിൽ. അയ്യോ, എനിക്ക് പറ്റത്തില്ല KSRTC ഒന്നും. ഇവിടുന്ന് ലഗേജും കൊണ്ട് KSRTC ബസ്സിൽ കയറി വലിഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേക്ക് എന്തോ ആവും. ഛർദ്ദിച്ച് വാള് വെച്ച് ടയേർഡായി. പിന്നെ സ്ഥലങ്ങളൊക്കെ എങ്ങനെ പോയി ചുറ്റി കാണാൻ പറ്റും? ഫുൾ ടയേർഡായിരിക്കും. മൊത്തത്തിൽ ഉറപ്പിച്ചല്ലോ. പിന്നെ ഇനി എന്തോ ചെയ്യുന്നേ? എങ്ങനെ ടാക്സി വിളിക്കണം. ടാക്സിയാ? ടാക്സിയൊക്കെ വിളിച്ച് ഒരുപാട് പൈസ ആവൂലേ? അതിപ്പോ നമ്മളെല്ലാരും കൂടി പൈസ ഇട്ട് എടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് പൈസ ആകും. ടാക്സിക്കുള്ള പൈസക്ക് ആവും. ഷെയർ അല്ലേ ഇടുന്നത്? അത് ഓക്കെയാണ്. അപ്പൊ കുഴപ്പമില്ല. അല്ല, എവിടെ സ്റ്റേ ചെയ്യും നമ്മള്? അത് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അവിടെ ചെന്നിട്ട് ഏതാ നല്ലൊരു ലോക്കൽ സ്റ്റേ വല്ല ലോഡ്ജും തപ്പാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഹോം സ്റ്റേ ചെയ്യാന്ന്. എടി, അവിടെ നല്ല ബാത്റൂം ഫെസിലിറ്റീസ് കാണത്തില്ല. എനിക്ക് അല്ലെങ്കിൽ റൂമിനേക്കാളും നല്ല അടിപൊളി ബാത്റൂം ആയിരിക്കണം. എങ്കിലും ഞാൻ വരത്തുള്ളൂ. എന്താ നീ ബാത്റൂമിലാണ് കിടന്നുറങ്ങാൻ? ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ കിടന്നുറങ്ങാറുള്ളത്. ബാത്റൂം നല്ലതാണെങ്കിൽ ഞാൻ വരുന്നുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ വരുന്നില്ല. ഗൈസ് ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. ഹോട്ടലല്ലേ, അത് നമുക്ക് സെറ്റ് ആക്കാം. അപ്പം പ്ലാൻ എല്ലാം ഏകദേശം ഓക്കെ ആയില്ലേ? ടോട്ടൽ ചെലവ് എത്ര നോക്ക്. ഇനിയിപ്പോൾ ബഡ്ജറ്റ് നമുക്കെല്ലാം കൂടെ ഒരു ഇവിടുന്ന് ട്രാവലിങ്, ഫസ്റ്റ് ട്രാവലിങ് അതെല്ലാം കൂടെ ഒരു 5000 രൂപയാവുമായിരിക്കും. പിന്നെ നമുക്ക് ഫുഡ്, കള്ളുകുപ്പി, സാധനങ്ങളൊക്കെ. റൂം 2000 രൂപ. റൂമിന് നമുക്ക് എല്ലാം കൂടെ ഒരു ഡബിൾ ബെഡ് വേണം. AC. നിനക്കല്ലേ തണുപ്പ് അലർജിയാന്ന് പറഞ്ഞ, പിന്നെ എങ്ങനെ AC? ആ തണുപ്പ് വേറെ, ഈ തണുപ്പ് വേറെ. ഈ തണുപ്പിന് കോമ്പൗണ്ട്. ആ കോമ്പൗണ്ട് നിർത്ത്, എന്റെ കണക്കൊക്കെ തെറ്റുന്നു. എവിടെ പറഞ്ഞോണ്ടിരുന്നേ? എല്ലാം കൂടെ 13. ടോട്ടൽ എല്ലാം കൂടെ 13,000. ഒരു റൗണ്ട് ആക്കി 15 വെച്ചോ. 15. ഒരാൾ 5 വെച്ച് വെക്കുമ്പോ കാര്യം എത്ര? 5. 5000. ഇവിടെ ലോ കോസ്റ്റ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് ഏറ്റു തന്നെ. ഇവിടെ നിവർത്തിയില്ല ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക. അങ്ങനെ ചുരുക്കിയാണ് ഞാൻ നിൽക്കണത്. ഇപ്പൊ 5000 രൂപയെ ചിലവ് കുറച്ചാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഔട്ട്. ഞാൻ പറഞ്ഞ സ്ഥലത്താണെങ്കിൽ ഞാൻ വരത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ഔട്ട്. ഇനിയും ഔട്ടാണ് ഉദ്ദേശിച്ചത്. കമ്മു ഔട്ടും. എന്തോന്നടേ, നമ്മളൊരു മൈൻഡ് റീഫ്രഷിന് വേണ്ടിട്ടല്ലേ ഈ പോകുന്നത്. നിങ്ങളിങ്ങനെ ബഡ്ജറ്റിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞാലോ? എടി സംഭവം എല്ലാം ശരി, നിങ്ങൾ എൻ്റെ ആരും എന്താ ആലോചിക്കാത്തത്? എന്നെ നോക്കിക്കോളൂ നിങ്ങള്. ഇല്ലല്ല, അവനെല്ലാം ചെലവ് എടുക്കോ. അല്ല, വണ്ടി അറേഞ്ച് ചെയ്യും. ഐഡിയ, ഒരു കാര്യം ചെയ്യാം, വണ്ടി ഞാൻ അറേഞ്ച് ചെയ്യാം. മതിയാ? അപ്പൊ ബാക്കി ചെലവുകൾ നിങ്ങൾ നോക്കണം. വണ്ടി മാത്രം എൻ്റെ സൈഡ്. എനിക്കാണോടാ ലാസ്റ്റ് കൈ വളർത്തരുത്. എങ്ങനെ വെച്ചാ നോക്ക്. ഓക്കെ, അപ്പൊ ശരി. ഞാനപ്പോ വണ്ടിയുടെ കാര്യം വിളിച്ചിട്ട് സെറ്റ് ആക്കിയിട്ട് ഇപ്പൊ പറയാം. ഓക്കെ. നല്ല വല്ല വണ്ടി ആയിരിക്കും കൊണ്ടുവരുന്നത്. റോഡിൽ കിടക്കുമോ? ഇവളാണ് കൊണ്ടുവരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. നമുക്ക് നോക്കാന്ന്. വണ്ടിക്ക് എന്തായാലും പെട്രോൾ കാശ് എല്ലാം കൂടെ കുറച്ച് പൈസ പോകും. അയ്യോ, എന്റെ ദോശ എവിടെ? അതെ, അവള് ചുറ്റി എടുത്തോണ്ട് പോകുന്നുണ്ട്. എടാ, നീയൊക്കെ ഇങ്ങോട്ട് വന്നത് എന്റെ കഞ്ഞൂടി മുട്ടിക്കാനാണോ, ട്രിപ്പ് ഉണ്ടാക്കാനാണോ? അയ്യ പോടേ. ഞാനല്ല, ഏത് സമയത്താണ് ഇതൊക്കെ കയറി വന്നിരിക്കുന്നത്? ബാക്കിയുള്ള എന്റെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടി. ചേട്ടാ, ഒന്ന് നോക്കണ കാര്യമായിട്ട്. പ്ലീസ്, ഒരു അത്യാവശ്യം മരണം വന്നോണ്ടാ. വണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചേരണേ. അപ്പം നമ്മൾ ആരായാലും എപ്പോഴായാലും മരിക്കുമല്ലോ. ഓ ശരി. കറങ്ങാൻ പോകാനൊന്നുമല്ല, അങ്ങനെയൊക്കെയാണെങ്കിൽ ചോദിക്കുക കേട്ടാ. അത്യാവശ്യമായോണ്ട് വിളിച്ചാൽ മതി. വേഗം ഒന്ന് വിളിക്കണേ കേട്ടാ. ഇപ്പം തന്നെ വിളിക്കണേ. ശരി. ആര് മോളെ മരിച്ചേ? ആര് മരിച്ചു? മോളിപ്പോൾ പറഞ്ഞു മരിച്ചൊന്ന് പോകണമെന്ന് പറഞ്ഞു. ഉടായിപ്പ് പറഞ്ഞതാ, വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. വണ്ടിക്കാ? വണ്ടി കിട്ടിയിട്ട് നിങ്ങൾ എവിടെ പോണത്? ഞാനും അവന്തി മധുവും കൂടിയേ
ഒന്ന് ട്രിപ്പ് പോവാന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടി ഒരു വണ്ടി സെറ്റാക്കാൻ നോക്കിയതാ. ട്രിപ്പാ? മക്കളെ എല്ലാവരും കൂടെ എവിടെയാണ് പോണത്? ബോണക്കാട്. ബോണക്കാട് തന്നെയല്ലേ? ആ, ബോണക്കാട്. ഓണക്കാട്. ഓ, അല്ല ആരോടെ ചോദിച്ചിട്ടാണ് പോണത്? ആരോട് വയ്ക്കണം മാവ, ഞങ്ങൾക്ക് ഗ്രോണപ്പ് ഗേൾസ് അല്ലേ. ഞാനും അതും അവന്തി കൂടെ ഒരുമിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്കൊരു ഇത് ഒന്ന് പോയാലോ, അങ്ങനെ പ്ലാൻ വന്നതാ. അല്ല പിന്നെ ഞാൻ എന്തിനൂടെ നോക്കൂത്തിയായിട്ട് ഇവിടെ നിൽക്കുന്നത്? നിൽക്കണ്ട, അമ്മാവൻ എവിടെയെങ്കിലും ഇരിക്കും. അതല്ല ഞാൻ ചോദിച്ചത്, ഞാൻ ഇവിടെ ആരാണ്? അമ്മാവൻ എന്തോന്ന് അമ്മാവൻ? പ്ലീസ് മോടക്കല്ല അമ്മാവ. ഇവിടെ നിന്ന് എൻ്റെ അനുവാദം ഇല്ലാതെ ഒരുത്തികളും വെളിയിറങ്ങൂല. സ്വന്തമായിട്ടെങ്കിലും ട്രിപ്പ് പോകാൻ വേണ്ടി അങ്ങ് പ്ലാൻ ചെയ്തിരിക്കുന്നു. നിങ്ങൾ പോണ വഴിക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ ആരെടുത്തൊന്ന് ചോദിക്കും? അതായിരുന്ന കാര്യം. എൻ്റെ അച്ഛനും അമ്മയും വന്ന് ചോദിക്കാൻ പോകുന്നില്ല. പിന്നെ ആരാ മധുവിൻ്റെ? അവര് സിംഗപ്പൂർ കിടക്കുന്നു, അവരെന്തായാലും വരാൻ പോകുന്നില്ല. പിന്നെന്താ പ്രശ്നം? ഓ, നിങ്ങൾ രണ്ടുപേരും ഉള്ള അപ്പൊ അവന്തിര അച്ഛനും എൻ്റെ അടുത്തൊന്നും ചോദിക്കില്ലേ? അവൻ്റെ ഒരു അമ്മ വേണ്ടല്ലോ, അവന്തിര അമ്മ, അയാളെ ഒന്നും ചോദിക്കില്ലേ? എടാ ജയ, നീ എന്തിനാ പിള്ളേരെ കറങ്ങാൻ പറ്റുമെന്ന് ചോദിക്കോ? അപ്പൊ ഞാൻ എന്ത് ഉത്തരം പറയും? അതുകൊണ്ട് ഒരുത്തികളും ഈ വീടിന്റെ ഗേറ്റിന്റെ വെളിയിൽ ഇറങ്ങൂല. എന്തോന്ന് അമ്മാവാ? വല്ലപ്പോഴും പ്ലാൻ ചെയ്യണം. ഇവിടെ ചോറിയും കുത്തിയിരുന്നു മടുത്ത് എനിക്ക്. പ്ലീസ് കുറച്ച് റിലാക്സ്ഡ് ആവട്ടെ അമ്മ. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇത്രയും കെഞ്ചി ചോദിക്കണല്ലേ, എന്നാ ഞാൻ കൂടെ വരാം. ഞാനും കറങ്ങാൻ പോയിട്ടൊക്കെ കുറച്ച് ദിവസമായി. ഏയ്, അതെവിടെ തന്നെ ആയോ അമ്മാവാ? അമ്മാവൻ തീ കഴിഞ്ഞ ദിവസം എങ്ങാണ്ടല്ലേ ശബരിമല പോയത്? അയ്യോ എൻ്റെ പൊന്നു മോളെ, അത് ശബരിമലയിൽ പോയതല്ലേ, കറങ്ങാൻ വേണ്ടി പോയതല്ലല്ലോ. അത് വേറെ കുറേ എണ്ണന്മാരുണ്ട് ശബരിമല പോകണമെന്ന് പറഞ്ഞിട്ട് കറങ്ങാൻ പോകണം പറയും. ഞാൻ അങ്ങനെ പോയല്ല, ഞാൻ അയ്യനെ കാണാൻ വേണ്ടി പോയതാണ്. അയ്യനെ കാണാൻ വേണ്ടിട്ട് ഇവിടെ അവിടം വരെ പോയ സമയത്ത് അമ്മാവൻ എന്തെങ്കിലുമൊക്കെ കാഴ്ച കണ്ടിട്ടുണ്ടാവില്ല. അതൊരു ട്രിപ്പ് അല്ലേ? ഞാൻ ഒന്നും കണ്ടില്ല, ഞാൻ അയ്യനെ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ അയ്യനെ മാത്രം കണ്ടാണ് ശബരിമല പോണത്. അപ്പോൾ അത് പോട്ട്, നിങ്ങൾ എവിടെ പോകണമെന്ന് പറഞ്ഞത്? ബോണക്കാട്. ബോണക്കാട്? അതൊരു കാടല്ലേ? വെറുതെ എന്തിനു മോളെ ആനേരെ ചവിട്ടുകൊണ്ട് ചാവണത്? അവിടെ ആനയൊക്കെ ഉണ്ട്. പിന്നെ ആനയല്ലേ, പത്രത്തിലൊന്നും കേട്ടിട്ടില്ലേ? വായിക്കണില്ലേ? പത്രമൊന്നും വായിക്കണില്ലേ? എന്ന് ഡെയിലി ഓരോരോ ആൾക്കാരെ ആന ചവിട്ടിക്കൊല്ലാണ്. ആന ചവിട്ടിക്കൊന്നോ? പത്രമൊന്നും വായിക്കില്ലല്ലോ, അങ്ങനെയുള്ള നല്ല സ്വഭാവങ്ങളൊന്നും ഇല്ലല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ അറിവിൽ ബോണക്കാടിനെക്കാട്ടും നല്ലൊരു സ്ഥലമുണ്ട്, നമുക്ക് അവിടെ പോവാം. സ്ഥലം എവിടെയാ? അതൊക്കെ പറഞ്ഞുതരാം. സൂപ്പർ സ്ഥലമാണ്, നമുക്ക് അവിടെ പോവാം. പിന്നെ വണ്ടിക്ക് വേണ്ടി ഇറക്കാനൊന്നും വേണ്ട, ഞാൻ എൻ്റെ കൂട്ടുകാരന് വേണ്ടി എടുത്തോണ്ട് വരാം. എന്നിട്ട് അന്നത്തെ പോലെ വഴി കിടക്കാൻ ഞങ്ങൾക്കെങ്ങും വയ്യ, നല്ലൊരു ട്രിപ്പ് കിടക്കാൻ. അയ്യോ, ഇത് നല്ല വണ്ടി, ഇപ്പോൾ പണിയൊക്കെ ചെയ്ത് നന്നാക്കിയ വണ്ടി. ഉള്ളതാണോ? സത്യം, അമ്മച്ചാണ്, നിന്നാണ് സത്യം. സത്യം, നല്ല വണ്ടി, ഇപ്പോൾ സൂപ്പർ വണ്ടി കേട്ടാ. നിങ്ങൾ പോയി ഇപ്പോൾ റെഡിയാക്കി, ഞാൻ പോയി വണ്ടി എടുത്തോണ്ട് വരാം. ഒരു കാര്യം പറയാനുണ്ട്. എന്തോന്ന്? അവർ രണ്ടുപേരും കേൾക്കണ്ട. ഈ പോകുന്ന സമയത്തെ വണ്ടി അറേഞ്ച് ചെയ്ത ഞാനാന്ന് പറയണം, അമ്മാവൻ അറേഞ്ച് ചെയ്താന്ന് പറയരുത്. അതെന്തിന്? വേറൊന്നിനും അല്ല, അല്ലെങ്കിൽ പോണ വഴിക്കുള്ള പെട്രോളിലെ ചിലവത്ത് അമ്മാവൻ എടുക്കേണ്ടി വരും. എടുക്കോ? പറയാൻ പോലെ അത് ശരിയാണ്, എന്നെ കാഴ്ചകളായി. പിരിവിട്ട് എടുക്കല്ല. അങ്ങനെ പറഞ്ഞാൽ എന്റെ പിരിവ് വേണ്ടിട്ട് മോള് അറേഞ്ച് ചെയ്യുന്ന പറഞ്ഞാൽ സെറ്റ് റെഡി. കാര്യം ഓർക്കും. ഓക്കെ മോള് വെക്കോ? ഓക്കേ ഗയ്സ്, അപ്പോൾ നമ്മൾ പോവാണേ. എന്നെ കൊണ്ടുപോകാതെ നിങ്ങളെല്ലാവരും കൂടെ ട്രിപ്പ് പോവുക അല്ലേ? അത് പിന്നെ പപ്പിക്ക് അറിയാലോ നീ കൂടെ വരുന്നവർക്ക് ഇഷ്ടമല്ലെന്ന്. അങ്ങനെ അവർ പറഞ്ഞോ? അവർ പറഞ്ഞില്ല, എന്നാലും നമുക്കറിയാമല്ലോ. മധു ഒന്ന് ചോദിച്ചു നോക്ക്, എന്നെയും കൂടെ കൊണ്ടുപോവാൻ. അതിപ്പം ഞാൻ ചോദിച്ചു നോക്കാൻ ഉറപ്പൊന്നുമില്ല. ഇല്ല പ്ലീസ് മധു, മധു പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കും. മധുവിന് അത് പറ്റും. മധു ഒന്ന് പറഞ്ഞു നോക്ക് പ്ലീസ്. ശരി ശരി, ഞാൻ ചോദിച്ചിട്ട് പറയാം. ചാരു പറഞ്ഞു അപ്പോൾ അമ്മ വന്നാടി? ഇല്ല. പിന്നെ നീ ആരോട് സംസാരിച്ചോണ്ടിരുന്നു? അത് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എന്നോട് തന്നെ സംസാരിച്ചോണ്ടിരുന്നു. നിനക്ക് ഇവിടെ വന്നിട്ടേ അവന്തിയുടെ അസുഖം പിടിച്ചല്ലേ ഒറ്റയ്ക്ക് പിച്ചുമ്പേയും പറയണത്? പിന്നെ എടി പിന്നെ ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചാൽ നീ ദേഷ്യപ്പെടുമോ? പ്രോമിസ്. അതെ, നമുക്ക് പപ്പീനെയും കൂടെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിയാലോ? എന്ത് പപ്പീനെ? എങ്ങനെ ചോദിക്കാൻ തോന്നണടി? എടി വഴി കൂടെ പോണ പാമ്പിനെ ആരെല്ലാം എടുത്ത് കഴുത്തിലിടോ? എടി നമ്മൾ പോയി കഴിഞ്ഞാൽ അവളോട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എന്നൊരു കാര്യം ചെയ്യ്, നീയും പപ്പിയും കൂടി ട്രിപ്പ് പോകും, ഞങ്ങൾ ഇവിടെ അങ്ങ് കൂടിക്കോളാം. എൻ്റെ പൊന്ന് ചാരു, നീ ഇതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കണ്ട.
പിന്നെ ഇനി ട്രിപ്പ് ക്യാൻസൽ ഒന്നും ചെയ്യണ്ട, നമുക്ക് പോവാം അവിടെ ഇടുന്നോട്ട്. എന്ത്? ഒന്നുമില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഇനി. മകളെ എല്ലാം റെഡിയായാ? പോവാം. വണ്ടി സെറ്റല്ലേ? പിന്നെ എല്ലാം റെഡിയായി. പപ്പി മോള് വരണുണ്ടോ? എന്താ പപ്പി മോള് വന്നാലേ അമ്മ വരുള്ളൂ? അല്ല, വരണമെങ്കിൽ കൊണ്ടുപോകണ്ടെന്ന് പറയാനാണ് ചോദിച്ചത്. പറഞ്ഞ ഓരോരുത്തർക്കും ഓരോ സ്നേഹം. ഇറങ്ങി പോവാം. അവള് വരണ്ടേ അവന്തി? അവന്തി മോളെ, മോളെ പെട്ടെന്ന് വാ. സന്ധ്യയ്ക്കുമ്പോ അവിടെ എത്തിയാലേ എല്ലാം കാണാൻ പറ്റുള്ളൂ. ഇരുട്ടായി പോവും. വാ ഇറങ്ങി. സമയം പോകുന്നു. അമ്മാവ നോക്കിക്കൊന്ന് പിടിക്ക്. എന്തോന്ന് മക്കളെ നീ വീട് മാറി വല്ലതും പോണാ? ഇത് മൊത്തം എന്റെ തുണി. ഇത്രയും തുണിയാ? ഞാൻ അങ്ങനെ എടി ഇവിടുന്ന് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഈ ഡ്രസ്സൊക്കെ മുഷിയും. അപ്പൊ നമുക്കിത് മാറ്റണ്ടേ? പിന്നെ നമ്മൾ ഓരോരോ സ്ഥലങ്ങൾ കാണുമ്പോൾ ഓരോരോ ഫോട്ടോ എടുക്കും. അപ്പൊ ഡ്രസ്സ് മാറ്റണ്ടേ? പിന്നെ എനിക്ക് കുറച്ച് റീലൊക്കെ ചെയ്യണം, അതിന് ഡ്രസ്സ് മാറ്റണ്ടേ? പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് മുഷിയത്തില്ലേ, അതിന് വേറെ ഡ്രസ്സ് വേണ്ടേ? ഉറപ്പായിട്ട്. അപ്പൊ എന്റെ ഡ്രസ്സ് മൊത്തം ഞാൻ എവിടെ പോലെ ഇങ്ങനെ ഫുൾ സെറ്റ് ആയിട്ടേ പോകത്തുള്ളൂ. നല്ല കാര്യം. എന്റെ പൊന്നു മോളെ, ഇത് കേട്ടിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു. നീ എങ്ങനെയാണ് ഇത്രയും ഡ്രസ്സ് മാറി മാറി ഇടുന്നത്? അതൊക്കെ കേട്ടോളാം. അമ്മ കൂടെ എടുത്ത് വണ്ടി വെച്ചത് ഭയങ്കര വെയിറ്റ്. ശരി ശരി, ഇതിന്റെ പേരിൽ ഇനി രണ്ടും കൂടെ തർക്കം ഉണ്ടാക്കണ്ട. പോവാം നമുക്ക്. പോകാം. എന്റെ പൊന്നു മോളെ, ഇത് തുണിയാ അതാ തുണിക്കട മൊത്തം ഉണ്ടാ? അമ്മാവാ ഒരു കാര്യം ചെയ്യാം, നമുക്കേ പൈസയുടെ ഷോർട്ടേജ് വരാൻ നേരത്തെ ഇതിൽ നിന്ന് ഓരോന്നും മറ്റേ റോട്ടിലിട്ട് അങ്ങ് വിൽക്കാം. പോണില്ല, ഞാൻ പറഞ്ഞില്ല. കോംപ്രമൈസ് ചെയ്താ അമ്മാവാ, നമ്മള് കൈ കൊടുത്തതല്ല ട്രിപ്പ് പോവാൻ. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളെ കൊണ്ട് എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഇത് അതുപോലല്ലല്ലോ അമ്മാവാ, നമ്മള് കണ്ടാ വഴക്കൊന്നും ഉണ്ടാകത്തില്ല. അതെ, പ്രശ്നം ക്ഷമിച്ചു വിട്. പ്രാവശ്യത്തേക്ക് കൂടെ പതുക്കെ പതുക്കെ പപ്പി സാധനം ഞാൻ ഫ്രണ്ടില്ല. അതെ, നിങ്ങൾ ആരുമല്ല ഫ്രണ്ട്, ഞാനാ ഫ്രണ്ടില്. ഡേ ഓടി പുറയില്. അമ്മാവാ മക്കളെ ഇതൂടെ. ഇത് എന്തോന്ന് സ്ഥലമാ ഇവിടെ? എന്തോന്ന് കാണാനിരിക്കുന്നു? എന്തോന്ന് മക്കളെ പറയണത്? എന്തോന്ന് കാണാനില്ല? നോക്ക്, കണ്ണത്താ ദൂരത്ത് പാടങ്ങൾ, ഇപ്പുറത്താണെങ്കിൽ പുഴ, അവിടെ ആണെങ്കിൽ കൊക്കുണ്ട്, കോഴിയുണ്ട്. ഇതെല്ലാം കാണാൻ നല്ല കണ്ണിന് നല്ല കുളിർമയല്ലേ? പക്ഷെ അമ്മാവാ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് കാണുന്നില്ലല്ലോ. അതിനോട് ആര് സ്റ്റേ ചെയ്യണത്? നമ്മളിത് കണ്ടിട്ട് വീട്ടിൽ പോയല്ലേ? എന്തോന്ന് പരിപാടി അമ്മാവാ അത്? നമ്മൾ അങ്ങേ മൂല ഇങ്ങറ്റം വരെ വന്നത് സ്റ്റേ ചെയ്യാണ്ട് പോവാനാ? നടക്കൂല, ഇവിടെ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ സ്റ്റേ ചെയ്യണം. അതെ. അയ്യോ, അവിടെ സ്റ്റേ ഒന്നും പറ്റൂല. നാളെ രാവിലെ എനിക്ക് വാഴയ്ക്ക് വെള്ളം ഒഴിക്കേണ്ടതാണ്. അമ്മാവന്റെ വാഴയും തേങ്ങും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഈ ഇത് കാണാനാണ് ഇങ്ങോട്ട് വന്നെങ്കിൽ വീടിന്റെ മുറ്റം കണ്ടാൽ മതിയായിരുന്നല്ലോ. അതിന്റെ ഭാഗം ഏകദേശം ഇതും സെയിം അല്ലേ? എന്റെ പൊന്നു മക്കളെ, ഈ സ്ഥലത്തിന് നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. നിങ്ങളിവിടെ നിൽക്കേ 5 മിനിറ്റ്. അമ്മ നിങ്ങൾ സ്പെഷ്യൽ സാധനം ഇപ്പൊ വാങ്ങിച്ചോണ്ടരാ. അതൊക്കെ ഉണ്ട്, അപ്പോഴറിയും നിങ്ങൾ ഈ സ്ഥലത്തിന്റെ വില. ഇപ്പൊ വരാം. വഴക്കൂടുതൽ അവിടെ നിൽക്കുന്ന മര്യാദ. കഷ്ടമായി പോയില്ലടി, സ്റ്റേ വേണമായിരുന്നു. അടിച്ചു പൊളിക്കാൻ ടെന്റെങ്കിലും എടുത്തോണ്ട് വരായിരുന്നു. ഹലോ ഗായ്സ്, ഈ മാക്ക സൗണ്ട് ഞാൻ എവിടെയോ കേൾക്കുന്നുണ്ടല്ലോ. എടി ഇതാ കുപ്പിയുടെ സൗണ്ട് അല്ലേ? പപ്പിയുടെ സൗണ്ട്. എടി ഇവിടുന്ന് വല്ലതാണോ? എടി നാട്. നീ എങ്ങനെയാണ് ഇവിടെ? നീ എന്തിനാ ഇവിടെ? ഞാനല്ലേ ചോദിച്ചത്. നിങ്ങൾ എന്താ വിചാരിച്ചേ? നിങ്ങൾ എന്നെ കൊണ്ടുപോകാതെ വന്നാ എനിക്ക് വരാൻ അറിയത്തില്ലെന്നോ? തന്നിപ്പം ഇങ്ങോട്ട് ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്താ?
നിങ്ങൾ ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനേ നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ആണൂല്ലേ ഞങ്ങളുടെ പുറകെ വരാൻ? ഇല്ല, നാണം തീരെയില്ല. എന്തെങ്കിലും ചെയ്യട്ടെ. ഇങ്ങനെ സാധനം അമ്മ വന്നെന്ന് തോന്നുന്നു, ശബ്ദം കേൾക്കുന്നു. വാ 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 അമ്മ. മക്കളെ അയ്യോ പപ്പി മോളാ? അല്ല പപ്പി മോള അങ്ങനെ ഇവിടെ എത്തി? ഞാൻ നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ആണാ? ഇതേട്ടാ എന്തുവാ ഇത്? നല്ല സ്വയംപം കള്ള്, ചെത്ത് കള്ള്. അമ്മാവാ ഇതൊക്കെ കുടിച്ചാ ശരിയാവോ? ഇതൊക്കെ കുടിച്ച് എന്തോ കുഴപ്പം? ഇതൊക്കെ ശുദ്ധമായ കള്ളാണ്. ഇതല്ല, ഇത് ഏതാണ്ട് നമ്മളെ കരിക്കൂടിക്ക് പോലെ തന്നെ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, അവിടെ കൊണ്ടുവച്ച് കുടിക്കാം. പൊളിക്കാം. ഇവിടെ ഇരുന്നാലാ? ഓ ഇവിടെ ഇരിക്കും. ഇരിക്കട്ടെ. പിന്നെന്ത്? അയ്യോ പ്ലാവോ എങ്ങനെയുണ്ട്? ഇപ്പൊ എനിക്ക് നന്നായിട്ട് കറങ്ങുന്നുണ്ട്. ഉണ്ടാവും അല്ലേ? സൂപ്പർ അമ്മാവാ. മോളെ അവന്തി